നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫോമർ സ്പേസ് സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ, ലോയർ, സൈക്കോതെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ തന്ത്രവിദ്യ, വേദങ്ങൾ ഇതിലെല്ലാം പ്രാവീണ്യമുള്ള ഒരു ആത്മീയ ആചാര്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർ സാറാണ്. അദ്ദേഹം ബ്രഹ്മശ്രീ അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യൻ കൂടിയാണ്. സ്വാഗതം ഡോക്ടർ ടി.പി. ശശികുമാർജി. ടി.പി.സി, നമ്മള് കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം തീർത്തു, പഠിച്ചു കഴിഞ്ഞില്ല, പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മള് 3-ാം അധ്യായത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. 3-ാം അധ്യായം കർമ്മയോഗമാണ്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതില് ഭഗവത്ഗീതയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ഭഗവാൻ പറയുന്നത് തന്നെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി 2-ാം അധ്യായം കഴിഞ്ഞാൽ പറയുന്ന അധ്യായത്തില് കർമ്മത്തിന്റെ പ്രാധാന്യം 2-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ഒന്നുകൂടി ഉറപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ആദ്യത്തെ കുറച്ച് ഭാഗം ഒരു 43 ശ്ലോകങ്ങളാണ്. 42-43 ശ്ലോകങ്ങളാണ്. 43 ശ്ലോകമാണ്. അതില് ഭഗവാൻ 40 ശ്ലോകവും അർജുനൻ 3 ശ്ലോകവും മാത്രമേ ഉള്ളൂ. ഇപ്പൊ സംശയങ്ങൾ ചോദിക്കുന്നതാണ് ഭഗവാന്റെ അടുത്ത്. അർജുനൻ ആദ്യം തന്നെ 2 ശ്ലോകം ഒരു സംശയമായിട്ടും പിന്നെ ഒരു കൺക്ലൂഡിങ് ഭാഗത്തുള്ളാവുന്ന ഒരു ശ്ലോകവും മാത്രമേ ഉള്ളൂ. അപ്പോ കർമ്മത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ബോണ്ടേജ് ഇല്ലാതെ നമ്മൾ അടിമപ്പെട്ടു പോകരുത്. ഏത് കാര്യങ്ങളും ഒരാളുടെ ഇടയിൽ അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നില്ല. ജീവിതമാണ് പ്രാധാന്യം, മനസ്സമാധാനമാണ് പ്രാധാന്യം, സന്തോഷമാണ് പ്രാധാന്യം. പക്ഷെ അത് കർമ്മത്തിന്റെ അടുത്തെത്തുമ്പോ ജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അടിമപ്പെട്ടു പോവില്ല, മനസ്സിന് അടിമപ്പെട്ടു പോവില്ല. ബുദ്ധിയും കുറച്ച് ഉപയോഗിച്ചാലേ നടക്കുള്ളൂ. അത് ജ്ഞാനമാണ് വേണ്ടത്. അത് ഭക്തിയുടെ കുറച്ചൊരു ലേശം കൂടി ചേർത്താൽ കുറച്ചും കൂടി നന്നാവും എന്നർത്ഥം. ചായപ്പൊടി ഇല്ലാതെ പഞ്ചസാര ഉണ്ടാക്കാൻ മാത്രം ചേർത്ത ചായ ഉണ്ടാവില്ലല്ലോ. കർമ്മം എന്ന് പറയുന്നത് ചായയാണെങ്കിൽ ചായപ്പൊടിയാണ് ജ്ഞാനം, പഞ്ചസാരയാണ് ഭക്തി. അപ്പൊ അതിനൊരു ടേസ്റ്റ് കൂട്ടാനേ ഭക്തി പറ്റുള്ളൂ. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കട്ടൻ ചായ ആയാലും കുഴപ്പമൊന്നുമില്ല, വലിയ ഭക്തിയൊന്നും ഇല്ലെങ്കിലും കർമ്മത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ചോദിക്കാറുണ്ട്, ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മത്തില് ഭക്തിക്കാണോ പ്രാധാന്യം കർമ്മത്തിനാണോ പ്രാധാന്യം? അപ്പൊ നമ്മളൊരു കോളം വരച്ചിട്ട് കർമ്മവും ഭക്തിയും ഒരു സ്കെയിലായിട്ട് വെച്ചാല് എവിടെയാണോ കർമ്മത്തിന് പോസിറ്റീവായിട്ടുള്ളത്, ഒരു കോളം വരയ്ക്കുന്ന സമയത്ത് 2 ക്വാഡ്രന്റ് ഉണ്ടാവും. ആ മുകളിലുള്ള ക്വാഡ്രൻസിലാണ് മോക്ഷം കിട്ടണമെങ്കിൽ 2ഉം കൂടി വേണം. സ്വർഗം കിട്ടണമെങ്കിൽ കർമ്മം മാത്രം മതി, ഭക്തി വേണമെന്നൊന്നുമില്ല. പിന്നെ താഴത്തുള്ളത് നിങ്ങൾ എന്ത് ഭക്തി ഉണ്ടായാലും കർമ്മം ചെയ്തില്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാവില്ല. പലരുടെയും ധാരണ ഭക്തി മാത്രം ഉണ്ടായാൽ ഭഗവാൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ്. ഒരിക്കലുമില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു അധ്യായമാണ് ഇത്. അപ്പൊ അതില് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് സാക്രിഫൈസ് എന്ന് പറയാം. ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്, ദാനം പോലെ കൊടുക്കുകയാണ്. എൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ഫലം ഞാൻ ആഗ്രഹിക്കാതെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ പെർഫോമൻസിനാണ്, ആ ആക്ഷനാണ് സാക്രിഫൈസ് എന്ന് പറയാം, ദാനം എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ഭക്തിയോടുകൂടി ചെയ്യുന്ന സമയത്ത് ഭഗവാന് കൊടുക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, സെൽഫിഷ് ഭാഗമില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്നുള്ള തോന്നലോടുകൂടി. അപ്പൊ ആദ്യത്തെ ഒരു 8 ശ്ലോകം കഴിഞ്ഞാൽ പിന്നത്തെ 8 ശ്ലോകം, അങ്ങനെയാണ് അത് കണക്ക്. ആദ്യത്തെ 8 ശ്ലോകം കർമ്മം, പിന്നത്തെ 8 ശ്ലോകം എങ്ങനെയാണ് നമ്മൾ സാക്രിഫൈസ് ആയിട്ട് ചെയ്യേണ്ടത് എന്നതാണ്. പിന്നത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൽ എങ്ങനെ വിസ്ഡം ആഡ് ചെയ്യാം, ഭഗവാനെ എങ്ങനെ അതിനകത്ത് പിടിച്ചിടാം. എന്നിട്ട്
ഭഗവാനാണ് ലോകത്തിൽ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത്. അപ്പൊ ഞാൻ ആർക്ക് ചെയ്താലും ആ സാക്രിഫൈസ് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല, അത് ഭഗവാന് കൊടുക്കുകയാണെന്നുള്ള ധാരണയോടുകൂടി ഒരു ഡിവോഷനും കൂടി അതിനകത്ത് ആഡ് ചെയ്താൽ പിന്നെയുള്ള ഒരു 8 ശ്ലോകം രസകരമായിട്ടാണ് ഈ ഭഗവത്ഗീതയുടെ ഈ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം വൃത്തം കിട്ടും. അപ്പൊ 1 മുതൽ 8 വരെ കർമ്മം, 9 മുതൽ 16 വരെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള കർമ്മം, 17 മുതൽ 24 വരെ അതിൽ ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ധാരണയിൽ ചെയ്യാം. പിന്നെയുള്ള ഒരു 36 വരെയുള്ള 36 35 ഒന്നോ രണ്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുവരെയുള്ളത് 2 തരത്തിലുള്ള ഒരു അട്രാക്ഷനും റിപ്പൽഷനും, ആകർഷണവും ഉണ്ടാവും, വികർഷണവും ഉണ്ടാവും, വിസ്ഡമും ഉണ്ടാവും, വിസ്ഡുല്ലായ്മയും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ തിരിച്ചറിയാം, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ഇതൊക്കെയാണ് പിന്നെ ലാസ്റ്റുള്ള ഒരു 5-6 ശ്ലോകങ്ങൾ മാത്രം, 42 43 ഉള്ളത്. അപ്പൊ ഒരു 6-7 ശ്ലോകങ്ങൾ എങ്ങനെയാണ് നമ്മളെ ആഗ്രഹങ്ങളെ, സ്വാർത്ഥതയെ അതിൽ നിന്നും നമ്മളെങ്ങനെ വെളിയിലേക്ക് വരാം എന്നുള്ളതാണ്. ഇതില് സാധാരണ നമ്മുടെയൊക്കെ ഈ പഴയ സിദ്ധാന്ത പ്രകാരം ഈ ലാറ്റിനും അത്തരം വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയുന്ന റിലീജിയനെ കുറിച്ച് പറയുന്ന ആൾക്കാരൊക്കെ റിലീജിയൻ എന്ന് പറയുന്നതിനെ ലിഗേർ എന്നാണ്. എന്നുവെച്ചാൽ ഹൗ ഡു യു ബൈൻഡ്, ഹൗ ഡു യു കണക്ട്. ലിഗേർ എന്ന് പറഞ്ഞ അർത്ഥം ബൈൻഡ് ചെയ്യുക, കണക്ട് ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് അത് ലീജിയൻ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലുള്ളത്. അപ്പൊ നമ്മൾ ബൈൻഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ആരെങ്കിലും ആയിട്ടൊരു ഒരു സമ്പർക്കം ഉണ്ടാക്കണം. ഇപ്പൊ ഞാനും ലക്ഷ്മിയും കോണ്ടാക്ട് വന്നത് തന്നെ ഒരു കർമ്മ ഏറ്റെടുത്തോണ്ടാണ്. അപ്പൊ സമൂഹത്തില് നമ്മൾ അറിയാതെ തന്നെ എനിക്കുള്ള ആ ഏറ്റെടുത്ത ഒരു കർമ്മമാണ് ഇപ്പൊ ഇത് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ആ കർമ്മത്തില് നമ്മൾ ഒരു റിലീജിയനിലാണ്. ഇപ്പൊ ഈ കർമ്മത്തില് ഇപ്പൊ പ്രവീണും ലക്ഷ്മിയും ഞാനും ഒരു റിലീജിയനാണ്. അതാണ് ഇപ്പൊ നമ്മൾ പറയില്ല, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറയില്ലേ, അതുണ്ടാക്കുന്ന ഒരു റിലീജിയനാണ്. ആ റിലീജിയനില് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെ ആവുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യപ്പെടുക, നമ്മളെ ബൈൻഡ് ചെയ്യപ്പെടും. അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു? എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കി 2 പേരെ ഉപയോഗിക്കുന്നത്, ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ പുറത്താക്കും. ആ കർമ്മം കൊണ്ട് എനിക്ക് മാത്രമേ ഗുണമുള്ളൂ, അല്ല 3 പേർക്കും മാത്രമേ ഗുണമുള്ളൂ, അല്ല അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഗുണമുണ്ടോ? ആ ഗുണമുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. നമ്മളെ സന്തോഷം എന്തായാലും കിട്ടും, അതാണ് നമ്മുടെ ഫലം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യോഗ കർമ്മങ്ങളാണ്, ഭഗവാനുമായിട്ട് ചേർന്നിട്ടുള്ള കർമ്മങ്ങളാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പറയും ഏനക്കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. ഈ 3-ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ശ്ലോകത്തിൽ വേണമെങ്കിൽ ഒതുക്കാം. പിന്നെയോ ഓരോ നിമിഷവും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. അപ്പൊ ജ്ഞാനവും കർമ്മത്തില് ആസക്തി വേണം, നമുക്ക് ആക്റ്റീവായിട്ടിരിക്കണം എന്നുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം ആ കർമ്മത്തിന്റെ ഗുണം ആർക്കാണ്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് അത് വേണ്ടത് വിധത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു അഡ്വൈസ് ആണ് 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും പോരെ, മതി. ബാക്കി വളരെ മനോഹരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു. അതായത് കട്ടൻ ചായയായിട്ടും കഴിക്കാം, പാലും തേയില മാത്രമായിട്ടാണെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അതിൽ ഭക്തി വെറും പഞ്ചസാരയുടെ റോളാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ നമ്മൾ സാധാരണ കാണുന്നത് ഒന്നുകിൽ ഭക്തി മാത്രമായിരിക്കും, കർമ്മം ഉണ്ടാവില്ല, ജ്ഞാനം ഉണ്ടാവില്ല. അവിടെയാണ് ദുഃഖം. ഞാൻ ഇത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഒരു ഫലവുമില്ല എന്ന് പലരും പറയുമ്പോൾ ഈ ആദ്യത്തെ 2 ഭാഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. പലരുടെയും കർമ്മം മാത്രമാണെങ്കിലും ജ്ഞാനം മാത്രമാണെങ്കിലും അവര് സ്വമേധയാ തന്നെ ഈശ്വരൻ അവരിലേക്ക് എത്തുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെ? ഒരു ഹിന്ദു ധർമ്മത്തിൽ തന്നെ വേണം. അതെ, നമ്മൾ സാധാരണ പറയാം ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയാം. ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നും വയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്കും ഭക്തി ഉണ്ടാവാലോ, തീർച്ചയായിട്ടും. അല്ലേ? അയാൾ കർമ്മം ചെയ്യുന്നില്ല, അയാൾ ഒരു വയ്യാവേലിയാണ്, ജനങ്ങൾക്കും വയ്യാവേലി, അനാവശ്യമായിട്ടുള്ള ബേർഡൻ. തൊട്ടടുത്ത ബന്ധുക്കളായാലും കുറച്ചു ദിവസമൊക്കെ പിന്നെ അവർക്ക് ആർക്കും ബോറടിക്കും. കാരണം എന്താ, നമ്മൾ ഒരു ആക്ഷനും ചെയ്യുന്നില്ല. അതുപോലെ വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
റോബർട്ട് ഓപ്പൻഹൈമർ ആയാലും ശരി, ഭഗവത്ഗീതയില് ആ ശ്ലോകം ഉൾക്കൊണ്ട്, പക്ഷെ അതിലെ ജ്ഞാനവും കർമ്മവും ചേർന്നപ്പോൾ അദ്ദേഹം എവിടെ എത്തി. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും ശരി, ജ്ഞാനവും കർമ്മവും കൊണ്ടാണ് അവരെല്ലാം ഈശ്വരനെ അറിഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച സത്യങ്ങളെ അറിഞ്ഞത്, ഭക്തി മാത്രം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞത് ഏറ്റവും വളരെ കർമ്മയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പഞ്ചസാര ചായയിൽ മധുരം കൂട്ടാൻ മാത്രമായിരിക്കണം, അവിടെ ചായയാണ് ഏറ്റവും പ്രധാനം. തേയിലയും പാലും അല്ലെങ്കിൽ തേയില മാത്രമായി കട്ടൻ ചായ ആയാലും അവിടെ ഈശ്വരൻ എത്തിപ്പെടും. ജ്ഞാനവും കർമ്മവും ഉണ്ടെങ്കിൽ ഈശ്വരൻ സ്വമേധയാ അവിടെ എത്തും എന്ന് നമുക്ക് പലരുടെയും, ഹിന്ദുക്കൾ അല്ലാത്തവരുടെ ജീവചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം. അവരെല്ലാം ജ്ഞാനം കൊണ്ടാണ് എത്തിയത് ഈശ്വരനിലേക്ക്. ചിലർ കർമ്മം കൊണ്ട് മാത്രവും എത്തിയിട്ടുണ്ട്, ജ്ഞാനവും കർമ്മവും കൊണ്ടും എത്തുന്നവരുണ്ട്. സയന്റിസ്റ്റുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഭക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കേണ്ട. ഭക്തി എല്ലാവർക്കും ഉണ്ടാകാൻ കിട്ടുന്ന ഒന്നല്ല, പക്ഷെ ഭക്തിക്കൊപ്പം ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് കർമ്മയോഗം നമ്മൾ തുടങ്ങുന്നത്. അത് വളരെ ഒരു ഭക്തി ഷുഗർ എന്ന് പറയുന്ന പോലെ ഷുഗർ അധികമായാലും പ്രശ്നമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ അതാണ് കാണുന്നത്. ഇപ്പൊ അതാണ് കാണുന്നത്. ഒന്നുകിൽ അമ്പലത്തിൽ മാത്രം, അല്ലെങ്കിൽ ജപം മാത്രം, അല്ലെങ്കിൽ സാധന മാത്രം എന്നുള്ള ലെവലില് ബാക്കി ഒന്നും ചെയ്യില്ല, ബാക്കി ഒന്നുമേ ചെയ്യാത്തൊരവസ്ഥ കാണുന്നുണ്ട്. അതിന് പകരം നമ്മളെ ഫോൺ വിളിക്കുന്ന ഒരാൾ പറയും എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂർ പറഞ്ഞു, അവന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ വ്യാഴാഴ്ച ലീവ് എടുത്ത് പോകാൻ പറ്റും. എന്താ വെച്ചാൽ എല്ലാ വ്യാഴാഴ്ചയും ജോലി ചെയ്യുന്ന ആള് പിന്നെ ഗുരുവായൂരപ്പൻ തിരിഞ്ഞു നോക്കാണ്ടിരിക്കും. തീർച്ചയായും എനിക്ക് പലരെയും അറിയാം. അതെ, കുടുംബത്തിലെ മക്കള് വരുമ്പോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് പോലും പ്രാധാന്യം കൊടുക്കാതെ, ഇല്ല എനിക്ക് ഇന്ന വ്രതമുണ്ട് അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അവിടെ കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞിട്ട് ഒരു ഭക്തിയിലേക്ക് പോകുന്നവർക്ക് ഒരിക്കലും ഭഗവാന്റെ ഒരു സാന്നിധ്യം കിട്ടില്ല, അറിവും കിട്ടില്ല, ജ്ഞാനവും കിട്ടില്ല, കർമ്മവും കിട്ടില്ല. അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. എപ്പോഴും നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് പറയുമായിരുന്നു, ഭക്തി ഒരു രോഗമായിട്ട് മാറരുത്, അല്ലെങ്കിൽ ഒരു രോഗലക്ഷണമായിട്ട് മാറരുത് എന്ന് പറയാറുണ്ട്. അത് അങ്ങ് കുറെ കൂടെ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചായയുടെ ഉദാഹരണത്തോടു കൂടി നമ്മൾ കർമ്മയോഗം തുടങ്ങുന്നത്. ഞാൻ 5 തരത്തിലുള്ള ഡെവലപ്മെന്റാ പറയാറ്. ആ 5 തരത്തിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം കർമ്മം ഫിസിക്കലാണ്, എന്ന് വെച്ചാൽ എന്റെ ഹാൻഡ് ആണ് വർക്ക് ചെയ്യേണ്ടത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്റെ ഹെഡ് വർക്ക് ചെയ്യണം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്റെ ഹാർട്ട് വർക്ക് ചെയ്യണം, ഇമോഷൻസ് വേണം, ഡിവോഷൻ വേണം, നോളജ് വേണം, എങ്കിലേ ആക്ഷന് പ്രാധാന്യം ഉണ്ടാവും, ഗുണം കൂട്ടുകയും ചെയ്യും. പക്ഷെ ആക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. പിന്നെയുള്ളത് ഞാൻ എവിടെ ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്പിരിച്വൽ ആസ്പെക്ട് വരുമ്പോഴാണ് ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുക. അപ്പൊ ഈ 5 ഫോൾഡ് ഡെവലപ്മെന്റ് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഈ കർമ്മ യോഗത്തിൽ നിന്ന് ഈ സീക്വൻസിൽ എടുത്തിട്ടാണ് ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ. അപ്പൊ കർമ്മം ആക്ഷൻ ആണ്, അത് ഫിസിക്കലാണ്. ജ്ഞാനം ഇന്റലക്ച്വൽ ആണ്, അത് ബുദ്ധിപരമാണ്. അത് നമ്മുടെ ഹെഡ് എന്ന് പറയുന്ന ഭാഗമാണ്, അത് നോളജ് ആണ്. ഭക്തി എന്ന് പറയുന്നത് ഹാർട്ടാണ്, ഡിവോഷൻ ആണ്, ഇമോഷണൽ ആണ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. ജനാർദ്ദനൻ എന്നുള്ള വാക്ക് തന്നെ അതുകൊണ്ടാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്, എല്ലാവർക്കും ഉണ്ട്. അത് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ മനുഷ്യൻ സമൂഹ ജീവിയല്ല. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് എന്നാണ്. അപ്പൊ ഞാൻ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇപ്പൊ എനിക്ക് വന്നൊരു മെസ്സേജ് ഉണ്ട്, ഞാനിപ്പോ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എൻറ്റർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ച സമയത്ത് ജർമ്മനിയിലാണ്, പ്രോജക്റ്റ് കിട്ടുന്നില്ല, വർക്ക് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു എത്ര ഫ്രണ്ട്സ് ഉണ്ട് മലയാളികൾ? എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല, ഞാൻ നല്ലോണം ഇരുന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു കമ്പനിയിലും ഒരു വ്യക്തിയല്ല ചെയ്യുക, ഒരു സമൂഹമാണ് ചെയ്യുക. അപ്പൊ പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ നീ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട്, അവൻ അന്വേഷിച്ച് നോക്കിയ സമയത്ത് കുറേ മലയാളി ഫ്രണ്ട്സ് കൂട്ടി ചേർന്നിട്ട് പലയിടത്തും പ്രോജക്റ്റ് ഉണ്ട്, ഇവന് മാത്രമേ കിട്ടാണ്ടുള്ളൂ. അപ്പൊ നല്ല പിള്ളേരായിട്ട് പഠിപ്പിക്കും, നല്ല പഠിപ്പിസ്റ്റാവും, A+ കിട്ടും, വലിയ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞേക്കും. പക്ഷെ ഒരാളും വില വെക്കില്ല, കാരണം സമൂഹ ജീവി അല്ലെങ്കിൽ. അതിന് ഒരു ഇനി എന്ന് വെച്ചിട്ട് കൂട്ടുകെട്ട് കെട്ടിയിട്ട് എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ എന്റെ ഐഡന്റിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തുന്ന തരത്തില് അവരിൽ സറണ്ടർ ചെയ്യപ്പെട്ട് അവർ പറയുന്നതൊക്കെ ചെയ്ത് കേൾക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ബോണ്ടേജ് ആവും. ഒരു സ്പിരിച്വൽ ബീയിങ്ങിന് ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ ആരാണ് എന്നുള്ള വ്യക്തിയെ നമ്മൾ അറിഞ്ഞ് എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കൃത്യമായിട്ട് അറിഞ്ഞാല് അത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് 43 ശ്ലോകത്തിൽ ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള പ്രൊമോഷൻ നമുക്ക് കിട്ടും. അതാണ് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി കൂടിയാണ്. തീർച്ചയായും. അല്ല, അങ്ങൊരു പോയിന്റ് പറഞ്ഞത് സ്പിരിച്വാലിറ്റി ഈസ് ഇൻഡിവിജ്വാലിറ്റി, അതൊരു വലിയൊരു പോയിന്റ് ആണ്.
സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഒരു വ്യക്തിത്വം ഉണ്ടാവുകയുള്ളൂ. ആരും അഡ്വാൻറ്റേജ് എടുക്കാതെയും നോക്കണം, അല്ലെ? നമ്മള് നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയാനുള്ള പറയേണ്ടടുത്ത് എസ് ധൈര്യം പറയാനും ഉണ്ടാവുന്നത് എന്റെ കൂടെ ധൈര്യം ഭഗവാൻ ഉണ്ടാവും ഉണ്ടെന്ന് അറിയുമ്പോഴാണ്. അറിയുമ്പോഴാണ്. എവിടെയും ആ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ആത്മീയത ഉള്ളവർക്ക് സാധിക്കും. എന്നാൽ അമിതമാകാനും പാടില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഇന്ന് ദൈവദശകത്തിന്റെ 10 ശ്ലോകങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ഇന്റർപ്രിട്ടേഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതില് കുറെ പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് പറയുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളത് ഭഗവാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഞാനും ഭഗവാനും തമ്മിൽ വ്യത്യസ്തമാണെന്ന് അറിയാത്തൊരു സംഭവം ഉണ്ടാവുമ്പോ ഞാൻ എന്ന് പറയുന്ന എന്റെ ഈഗോ, ഞാൻ ഭഗവാൻ എന്ന് പറയുന്ന അതിലേക്ക് സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മളാവുന്നത്. ആ ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ജ്ഞാനം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ ജ്ഞാനമുദ്രയാണ്. ഏത് പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ജ്ഞാനമുദ്രയാണ്. ഞാൻ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുന്ന സ്റ്റെപ്പിലെത്തുമ്പോൾ അത് ഇങ്ങനെ വെക്കാറില്ല, ഇങ്ങനെ വെക്കാറില്ല, കുറച്ചും കൂടി താഴെ വേണം. ഭഗവാന്റെ മുകളിൽ കയറി വെക്കരുത്, താഴത്ത് നിൽക്കാനേ പാടുള്ളൂ. ഇങ്ങനെ ആരും വെക്കാറില്ല, ഇങ്ങനെ വെക്കാറില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തും. അത് ഈ ചോദ്യം ചോദിക്കുമ്പോ തന്നെ ഈ അർജുനൻ കൃഷ്ണ വിളിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഈ 3rd ചാപ്റ്ററിൽ കൃഷ്ണൻ തുടങ്ങുന്നത് തന്നെ ജനാർദ്ദന എന്ന് വിളിച്ചിട്ടാണ്, കേശവ എന്ന് വിളിച്ചിട്ടാണ്. ആ വാക്കുകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. ഇനി മുതൽ ഈ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വാക്കുകളിൽ ഓരോ അഡ്രസ്സിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ എന്താണ് ഉദ്ദേശിച്ചത് കവി എന്നുള്ളത് മനസ്സിലാവും നമുക്ക്. അതുണ്ടായി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു തിരുവാടും കിട്ടില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അർത്ഥം, എന്റെ ജീവിതത്തിന് എനിക്ക് ഒരു അർത്ഥം കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അറിയണം എന്ന് പറയുന്ന ഒരു ജ്ഞാനിയാവാൻ എന്താണ് വേണ്ടത്, ആ ജ്ഞാനം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ ഓരോ വാക്കുകളിലും നമുക്ക് മനസ്സിലാവും. അപ്പൊ 3-ാമത്തെ അധ്യായം തുടങ്ങാൻ തോന്നും. തീർച്ചയായിട്ടും ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം തുടങ്ങുകയാണ്. അർജുന ഉവാച ജ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജനാർദ്ദന എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അല്ലയോ ജനാർദ്ദന, അർജുനാണ് പറയുന്നത്. കർമ്മണ ബുദ്ധി ജായസി മേ മാതാ, ആ ഒരു അവസ്ഥയാണ് കർമ്മണ ബുദ്ധി. എന്താണ് അർത്ഥം? കാരണം നേരത്തെ ബുദ്ധിയാണ് കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ ഒരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് കർമ്മമാണോ ബുദ്ധിയാണോ, ഏതാണ് ജായസി, ഏതാണ് കൂടുതൽ? തേ മാതാ ചേത്, അങ്ങയുടെ അഭിപ്രായത്തില്, അങ്ങയുടെ ഇഷ്ടത്തില്, അങ്ങയുടെ മതത്തില്, അങ്ങയുടെ ഒരു അഭിപ്രായത്തില് ഇതിൽ ഏതിനാണ്? ഇപ്പോഴും കൺഫ്യൂഷനാണ്. നല്ല സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ബൈഹാർട്ട് ഓടിച്ച് എക്സാം എഴുതി പാസ്സാവുമല്ലോ. ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉള്ളിൽ കയറാത്തത് കൊണ്ടാണ്. പരീക്ഷ എഴുതാൻ ഉള്ളിൽ കയറണ്ട, പുറത്തുനിന്ന് തന്നെ അങ്ങനെ ഛർദ്ദിച്ചു കളഞ്ഞാൽ ദഹിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു സ്റ്റുഡന്റിന്റെ കഴിവ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഡൗട്ട് ജോസഫ് ആവാനും പാടില്ല, ഒരു ലിമിറ്റ് വെച്ചിട്ട് ആവാമെന്ന് അർത്ഥം. അതില് കേശവ, ആ വിളിക്കുന്നതും കേശവ എന്നാണ്. ആദ്യം ജനാർദ്ദനാണ്. ഒരു പ്രാവശ്യം പോരാ, ശ്രദ്ധ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൽ 1 പ്രാവശ്യം വിളിച്ചാൽ പോരെ, ഇതിനെ 2 പ്രാവശ്യം വിളിക്കണം. ഓരോന്നിന്റെയും എൻഡിൽ ചോദിക്കുന്നത് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നൊരു അറ്റാച്ച്മെന്റ് കാണിക്കുകയാണ്. പേര് വിളിക്കുമ്പോഴാണ് അറ്റാച്ച്മെന്റ്, ആ പേരിലാണ് അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടാവുക, അതാണ് ഉണ്ടാവേണ്ടത്. ഹേ കേശവ, തത് ഘോരേ കർമ്മണി എന്നാണ്. ഘോരമായ കർമ്മങ്ങൾ, ചെറിയ കർമ്മങ്ങളൊന്നല്ല, വലിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിം മാ നിയോ ജയസിഹി, ആ ഘോരമായ കർമ്മങ്ങൾ എന്തിനാണ് നിയോജിക്കപ്പെട്ടിട്ടുള്ളത്, എന്നെ യോജിപ്പിച്ചിട്ടുള്ളത്, എന്തിനാണ് എനിക്ക് ആ പണി തന്നിട്ടുള്ളത്? ഏത് ഈ പണി ചെറിയ പണിയൊന്നുമല്ല, കുറെ ആളെ കൊല്ലല്ല. ആ പണി എന്തിനാ എനിക്ക് തരുന്നത്? ജ്ഞാനമാണെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാ പറയാം, എനിക്ക് എന്തിനാ പണി തരുന്നത്? ഇദ്ദേഹത്തിന്റെ ധാരണ ജ്ഞാനം മാത്രം മതി എന്നാണ്. പോരാ, ഓരോ അറിവും നേടുമ്പോൾ സ്കില്ലായി മാറ്റിയിട്ട് അത് ജോലിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാലേ അറിവിന് ഗുണമുള്ളൂ. അതിപ്പോഴും അങ്ങനെയാണ്, അപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുന്നത്, ഞാൻ പഠിച്ചോളാം നല്ല കുട്ടിയായിട്ട്, എനിക്ക് പണിയൊന്നും തരണ്ട, ശമ്പളം തന്നാ മതി. പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ TPS വല്ല ജോലിയും തരും. ഓ ജോലി തരാം, ശമ്പളം തരില്ല എന്ന് മാത്രം. അതുപോലെയാ എല്ലാവർക്കും പഠിപ്പ് മതി. എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ പഠിക്കുന്നു. എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം.
അതുപോലെ എന്തിനാണെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കുമ്പോഴാണ് ആ കർമ്മത്തിലേക്ക് അതിനെ അറ്റാച്ച്ഡ് ആക്കാൻ പറ്റുക. ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം. എന്തിനായി ഈ വലിയ പണിയൊക്കെ എനിക്ക് തരുന്നത്? നിയോ ജയസി കേശവ, അയ്യോ കേശവ അത് തരണ്ട എനിക്ക് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം, എനിക്ക് തരണ്ട. ഈ യുദ്ധം എന്നൊക്കെ പറയുന്ന വലിയ പണിയല്ലേ, അതൊന്നും എനിക്ക് തരണ്ട. നമ്മൾ ചെറിയ ചെറിയ വല്ലതൊക്കെ ചെയ്ത് തട്ടിമുട്ടി ജീവിച്ചു പോയിക്കണം. പലരുടെയും അവസ്ഥ അങ്ങനെയാണ് ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് അവർ ഉയരാത്തത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. അതായത് നമ്മളെ പോലെ തന്നെ വലിയ 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 ഹാർഡ്ഷിപ്സ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടുള്ളത് വരുമ്പോ നമ്മളും പറയാറുള്ളത് പോലെ തന്നെയാണ്, എന്തിനാണ് പറയുന്നത് കേശവനോട് കൃഷ്ണൻ അർജുനോട് പറയുന്നതല്ല, നമ്മളോടൊക്കെ ഭഗവാൻ പറയാണ് പണിയെടുത്താലേ എനിക്ക് ഗുണം ഉണ്ടാവുള്ളൂ ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഏതൊരു ജീവിത സാഹചര്യത്തെയും നമ്മള് ഇതുപോലെ കാണരുത് അല്ലെ? അർജുനൻ കണ്ടതുപോലെ എന്തിനാണ് എനിക്ക് എന്ന് കാണരുത്, എന്നെ കൊണ്ട് എന്ത് പറ്റും എന്ന് ഭഗവാനെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ സ്ട്രെങ്ത് അല്ലെ, ശക്തി കാണിച്ചു തരാൻ കിട്ടുന്ന അവസരങ്ങളായിട്ട് കരുതണം എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ നിന്ന്. Every trouble is an opportunity എന്ന് പറയാം. Exactly. That gives you more muscles. വലിയ ഹാർഡ്ഷിപ്പ് ചെയ്യുമ്പോഴാണ് ആ തടസ്സങ്ങൾ വരുമ്പോ ദുഃഖങ്ങൾ വരുന്നതൊക്കെ ഭഗവാൻ നമുക്ക് തരുന്നത് നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാൻ. വളരെ ബുദ്ധിമുട്ടും പ്രയാസം പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പൊ കുറച്ചും കൂടി അത്തരം പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ ഇതൊന്നും സാരില്ല, ഇതിനേക്കാളും വലിയ പ്രശ്നം കണ്ടതല്ലേ എന്ന് മനസ്സിലാവുക. അതിനു വേണ്ടിയിട്ടാണ്. നല്ലൊരു നാവികനെ ഉണ്ടാക്കുന്നത് ഒരു റഫ് സീ ആണെന്ന് പറയാം അല്ലെ, വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കടലിൽ കൂടി പോകുമ്പോൾ മാത്രമേ നല്ലൊരു നാവികനായിട്ട് മാറുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത് എന്നുള്ള നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ അർജുനൻ പറയുന്നത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. രണ്ടാമത്തെ ശ്ലോകമാണ് അടുത്തത്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 2-ാമത്തെ ശ്ലോകം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. തത് ഏകം നിശ്ചിത്യ വദ. എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് ഒറ്റൊരു കാര്യം പറഞ്ഞതാ. കുറെ ലെക്ചർ ഒന്നും വന്ന് 18 അധ്യായം ഒന്നും വേണ്ടാവും. എനിക്ക് ഇത്ര തന്നെ കുറെ പറഞ്ഞു, 1072 ശ്ലോകം ഒന്നും ആവശ്യമില്ല. എനിക്ക് ആകെ ഒരു കൃത്യമായിട്ട് ഇതെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാതെ. ഇയാള് essay ആയിരുന്നു, അത് പറ്റില്ല. എനിക്ക് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞു തരുമോ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ശ്രേയസ് ഉണ്ടാവും വേണം. ഏന ശ്രേയോഹം അപ്യുനാം. എനിക്ക് ശ്രേയസ് കിട്ടാവുന്ന ഏത് കാര്യമാണോ അത് ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുറെ വാക്കൊന്നും പറയണ്ട. എന്നിട്ടോ ഇത് കുറെ പറഞ്ഞതുപോലെ കുറെ പറഞ്ഞല്ലോ, അതൊക്കെ ഇല്ലാതെ പറഞ്ഞ് 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 കേട്ട് അവസാനം എനിക്കിപ്പോ എന്ത് പറ്റി? എനിക്ക് ആകെ ബുദ്ധി മോഹയസി എന്നാണ്. അങ്ങ് മോഹിപ്പിക്കുന്ന പോലെ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. കുഴഞ്ഞു മറിഞ്ഞു കിടക്കാന്നൊക്കെ പറഞ്ഞു. കുറെ പഠിക്കാനുണ്ടെന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്ത് വലിയ മല കാണുമ്പോൾ ഇതെങ്ങനെയാ കയറാന്നൊക്കെയുള്ള ബോധമില്ലാത്തതുകൊണ്ട് ആ കയറാനുള്ള സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതിനെ വിവരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. അല്ലെങ്കിൽ നേരെ ഹെലികോപ്റ്ററിൽ മുകളിൽ എത്തിച്ചാൽ മതി. ഭഗവാൻ വിചാരിച്ച പറ്റാത്തൊന്നുമല്ല, അത് എനിക്ക് പറ്റുമല്ലോ എന്ന് അറിയാം, അർജുനൻ അറിയാം. അതുകൊണ്ട് എന്റെ ആകെ ഞാനൊരു അംബിഗ്വസ് ആയിട്ടുള്ള മനസ്സാണ്, ആകെ കൺഫ്യൂസ്ഡ് ആണ്, കുഴഞ്ഞു മറിഞ്ഞ് കറക്കാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു രൂപമില്ല. പാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ. മോഹം ഉണ്ട്, നല്ലോണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പൊ പഠിച്ച് പരീക്ഷ എഴുതണമെന്നാണോ പറഞ്ഞത്? അല്ല പണിയെടുക്കണം എന്നാണോ പറഞ്ഞത്? അല്ല എനിക്ക് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണോ പറഞ്ഞത്? അല്ല എനിക്ക് വേണ്ടി ഞാൻ ചെയ്യണം എന്നാണോ പറഞ്ഞത്? കാരണം സ്പിരിച്വാലിറ്റി അവനവന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കുകയാണെന്നുള്ള ബോധം ഉണ്ടാവുമ്പോ ഭഗവാന് വേണ്ടി എന്നുള്ളൊരു അർത്ഥമില്ല. എനിക്ക് ഏതാണോ ചിതമായി തോന്നുന്നത് അത് ഭഗവാന്റെ ചിന്തകളാക്കി മാറ്റുന്ന കഴിവാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഐഡന്റിറ്റി ഭഗവാന് സറണ്ടർ ചെയ്യുമ്പോ, അങ്ങനെ ഒരു ശിഷ്യനായി മാറുമ്പോ പിന്നെ ഭഗവാന് വേണ്ടി ചെയ്യാന്നുള്ള തോന്നൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഏത് വഴിയാണെന്നൊക്കെ പറയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പലരുടെയും കുഴപ്പതാണ്. നമ്മളിപ്പം എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്നൊക്കെ പറയും, അത് കഴിഞ്ഞിട്ട് പറയും എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാള് നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുന്നതാണ് യഥാർത്ഥ ഇഷ്ടം. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരാളെ കണ്ടെത്തലല്ല. അപ്പൊ അത് കൃത്യമായിട്ട് പറയും, ഒരു കാര്യം അത് ഞാൻ ചെയ്തോളാം. ഒരു കാര്യം ഒന്നും പറയണ്ട, എന്റെ ഇഷ്ടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാറായിട്ടില്ല. കാരണം ഇപ്പൊ കർമ്മം മാത്രമേ പറയുന്നുള്ളൂ. ഭക്തിയൊക്കെ എത്തുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഭക്തിയൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആവും. ആ സ്റ്റെപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും. നമ്മുടെയൊക്കെ സ്ഥിതി അതാണ്. കൺഫ്യൂഷനാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് സംഖ്യായോഗത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ക്ഷത്രിയ ധർമ്മം പറഞ്ഞു കഴിഞ്ഞിട്ടും ആക്ഷൻ ചെയ്യാത്ത ഒരാൾക്ക് എന്താണ് കുഴപ്പം? രണ്ടാമത്തെ ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പഠിച്ച ആളാണ് കൃത്യമായിട്ടുള്ള അർത്ഥം. അതിൽ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, നീ ഇപ്പൊ ക്ഷത്രിയനാണ്, നീ ധർമ്മം ചെയ്യേണ്ടവനാണ്, ഇപ്പൊ അടിച്ചു തെറിപ്പിക്കാൻ പോണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ റെയർ ചാൻസ് ആണ് നിനക്കുള്ളത്, അത് ചെയ്താലേ നീ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴും നമുക്കൊരു വിഷമം മനസ്സിൽ വരുന്ന സമയത്ത് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. നല്ല സമാധാനമായിട്ടിരിക്കുമ്പോഴേ മനസ്സിലാവും. ഇത് സമാധാനമല്ല, മുമ്പിലൊക്കെ യുദ്ധക്കളത്തിൽ നിന്നിട്ടാണ് കേൾക്കുന്നത്. പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പാണ് അഡ്വൈസ് കൊടുക്കുന്നത്. ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാവുക. അതുകൊണ്ട് നമ്മുടെ 31, 32 ശ്ലോകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വധർമ്മം എന്താണെന്നും ക്ഷത്രിയ ധർമ്മം എന്താണെന്നും എതിർച്ഛയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വർഗദ്വാരത്തിലേക്ക് പോകാനുള്ള വഴി, ലഭന്തേ യുദ്ധം എന്ന് പറഞ്ഞിട്ട്, യുദ്ധം ചെയ്താലേ നീ അവിടെ എത്തുള്ളൂ, അപ്പോഴേ അത് ദൃശ്യമാവുള്ളൂ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ ഓർത്തു കഴിഞ്ഞാല് അതൊന്നും കേട്ടിട്ടും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നതാണ്. ഇനിയിപ്പൊ ഭഗവാൻ കൃത്യമായിട്ട് കർമ്മമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ നേരത്തെ അധ്യായത്തിൽ പിന്നെ ജ്ഞാനത്തിനും ഭക്തിക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്തപ്പോ ആ വഴിയിലേക്കാണോ പോകേണ്ടത്, ഞാൻ സന്യാസത്തിന് പോണോ, ഭഗവാന്റെ കൂടെ നടന്നാൽ മതിയോ, കാലതിരുമ്മി കൊണ്ട് നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതായിരിക്കും ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതല്ല, നീ യുദ്ധം ചെയ്യുക തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാം. അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. നമ്മളെ പോലെ തന്നെ അല്ലെ, കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകും എന്ന് അല്ല, പറയുന്നത്. നമ്മളെ റെപ്രസെന്റ് ചെയ്യിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ പിന്നെ എളുപ്പമാണ്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ കർമ്മയോഗം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ മുതലാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മയാനഖ എന്നാണ്. അനഖ എന്ന് പറഞ്ഞാൽ തന്നെ പാപം ചെയ്യാത്തവൻ എന്നാണ്. പാപമില്ലാത്ത, അപ്പൊ പാപമില്ലാത്തവനാണ്. അപ്പൊ നീ പാപമില്ലാത്തവനാണ് എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോ ഏത് സമയം ആണോ നമ്മൾ ജന്മം തുടങ്ങിയത് ആ സമയം മുതൽ നമുക്ക് കർമ്മവും, നമ്മൾ ആ കർമ്മം വളരെ നന്നായിട്ട് ചെയ്താൽ ഒരു യോഗാചര്യന്റെ അവസ്ഥയിലേക്ക് എത്താനും പറ്റും എന്ന് ഭഗവാൻ തുറന്നടിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അതിന് തുടക്കം തന്നെ അത് കൃത്യമായി പറഞ്ഞു. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ, 2 തരത്തിലുള്ള നിഷ്ഠകളാണ്, കർമ്മങ്ങളാണ് സാധാരണ മനുഷ്യന്മാർ ചെയ്യാം. 2 വിധത്തിലുള്ള നിഷ്ഠങ്ങളുണ്ട്, കർമ്മങ്ങൾ ചെയ്യും. അതിലോ പ്രോക്ത, അങ്ങനെയാണ് പറയുന്നതെന്ന്, ഞാൻ പറയുന്നതെന്നല്ല. കൃഷ്ണൻ വേറെ ആർക്കോ തേർഡ് പേഴ്സൺ ആണ് ഇതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ലോകത്തിൽ എല്ലാവരും അങ്ങനെയാണ്. എല്ലാരും തുടക്കം മുതൽ, ഇപ്പൊ ഏത് കാലമാണോ നമ്മൾ ഉണ്ടായിരുന്നത് ആ കാലം പറയുന്നുണ്ടല്ലേ സർ, അല്ലെ പുരാപ്രോക്ത പണ്ടേ പറയുന്നുണ്ട് എന്നാണ് അല്ലെ? പണ്ടേ പറയേണ്ടതാണ്, ഞാൻ പറഞ്ഞതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലോകം തുടങ്ങുന്ന കാലം മുതൽ ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മങ്ങള് പറയുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ്. ഞാനത് വെറുതെ നിനക്ക് എവിടെയോ കേട്ട് പഠിച്ച സംഭവം ഞാൻ നിനക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഭഗവാൻ എന്നുള്ള നിലയിലേ അല്ല പറയുന്നത്. ആ ഒരവസ്ഥയിൽ അസ്മിൻ ലോക, ഈ ലോകത്തില് പാപം ചെയ്യാത്ത വ്യക്തികള് സാഖ്യാനാം ജ്ഞാനയോഗേന, നേരത്തെ പറഞ്ഞ സാഖ്യായോഗത്തില് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ നീ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, യോഗ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കർമ്മയോഗത്തിലേ സാധിക്കൂ. പണി ചെയ്യാത്തവരല്ല സ്വാമിമാരും സന്യാസിമാരും ഋഷിമാരും യോഗിമാരും എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ ദ്വിവിധ നിഷ്ഠ, ഈ 2 സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏത്? നല്ല കർമ്മം ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ വിശകലനം ചെയ്ത് ബുദ്ധി ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഭക്തിയോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാവുക? യോഗികളുടെ അവസ്ഥയിലേക്ക് എത്താം. അപ്പൊ യോഗികളുടെ അവസ്ഥയിലേക്ക് എത്തണം.
നമ്മുടെ സമൂഹത്തിന് എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള ചെയ്യുകയാണ്. യോഗികൾ കണ്ണടച്ചിരിക്കുന്നവരാണ്, ഗുഹയിൽ പോയിട്ടുള്ളവരാണ്, സമൂഹമായിട്ട് ബന്ധമില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അതല്ല വേണ്ടത്. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്. ആ കർമ്മത്തിൽ ഒരു യോഗിയുടെ ജ്ഞാനത്തോടു കൂടി വേണം ചെയ്യാൻ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷെ മൂന്നും സെപ്പറേറ്റ് അല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇപ്പൊ ചായ ഇടുന്ന സമയത്ത് പഞ്ചസാര കൂടിയാലും കുഴപ്പമാണ്, ചായപ്പൊടി കൂടിയാലും കുഴപ്പമാണ്. റെസ്റ്റ് ബിലോങ്സ് ടു ദ വർക്ക് വിത്ത് നോ ഐലിഡ്സ് ടു ദ ഐസ് എന്ന് പറയാറുണ്ട്. കണ്ണ് മാത്രം ഉണ്ടായിട്ട് കൺപോള ഇല്ലെങ്കിൽ കണ്ണിന് സുരക്ഷത ഉണ്ടാവില്ല. അതുകൊണ്ട് ഏതാണോ അത്യാവശ്യം എന്ന് ചോദിച്ചാൽ ഇതെല്ലാം അത്യാവശ്യമാണ് എന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത്. അത് നീ പാപരഹിതനാണ്. ആ പാപരഹിതനായ നീ എന്ത് ചെയ്യണം? ലോകത്തില് ഒരു നല്ലപോലെ ചിന്തിക്കാനും നല്ലപോലെ ബുദ്ധി ഉപയോഗിക്കാനും നല്ലപോലെ കർമ്മം ചെയ്യാനും ഉള്ള ആളായിട്ട് മാറണം. ഇത് സെപ്പറേറ്റ് ആണ് എന്നുള്ള തോന്നല് നിനക്ക് ആവശ്യമില്ല എന്ന് പറയാണ് ഭഗവാൻ. അപ്പൊ കർമ്മയോഗമാണ്, അത് ധ്യാനത്തോടു കൂടി വേണം ചെയ്യാൻ, യോഗികളൊക്കെ ചെയ്യുന്നത് പോലെ. മനുഷ്യരുടെ ഗുണങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുന്ന ബുദ്ധി തനിക്കുണ്ടാവണം. ഇത് അറിയുകയും ചെയ്യാം, നല്ലപോലെ ധ്യാനവും ഉണ്ട് ജ്ഞാനവും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഒരു പണിയും ചെയ്യാണ്ടിരുന്നാലോ? അതുകൊണ്ടൊരു ഗുണമില്ല. പണി ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കൂടി ചേരേണ്ടത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് പണി ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മാർഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ഈ അറിഞ്ഞുകൊണ്ട് ഈ ദർശനത്തോടു കൂടി ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ചുറ്റുമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കലാന്നാണ്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ ഡിവോഷണൽ ആക്ടിവിറ്റിയാണ്. ബുദ്ധിയും വേണം, ഭക്തിയും വേണം. പക്ഷെ ഇത് രണ്ടും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കർമ്മം ഉണ്ടായാലേ ഇതിന് ഗുണമുള്ളൂ എന്നാണ്. രസകരമായിട്ടുള്ളൊരു ഇതിന്റെ അടുത്ത ശ്ലോകങ്ങളൊക്കെ ഇതിന്റെ ഒരു നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അതെ, എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് കോൺഷ്യസ് ആയിരിക്കുക എന്നല്ലേ, എപ്പോഴും ബോധത്തോട് കൂടിയിട്ട് ചെയ്യുക. ഏത് കർമ്മം. അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 4-ാമത്തെ ശ്ലോകം. ഭഗവാൻ തുടരുകയാണ്. ന കർമ്മണാമനാരംഭൈ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യസ്സനാദേവ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണാമനാരംഭാത്. ഒരു മനുഷ്യനും കർമ്മം ചെയ്യാണ്ടിരിക്കാൻ വയ്യ എന്നാണ്. കാരണം ഒരു സമയവും നമ്മൾ കർമ്മം ചെയ്യാണ്ടിരിക്കുന്നില്ല. പലരുടെയും ധാരണ കൈകൊണ്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് കർമ്മം എന്നാണ്. അല്ല, നമ്മളിപ്പോ ചെയ്യുന്നതും കർമ്മമാണ്. ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതും ജ്ഞാനം കൊടുക്കുന്നതും ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നതാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കർമ്മം എന്ന് ധാരണ വേണ്ട. അത് പഠിപ്പിക്കുന്നത് അതിനേക്കാളും വലിയ ധർമ്മമാണ്. അന്നദാനം പരം ദാനം വിദ്യാദാനം അതത്പരം അന്നേന ക്ഷണികാ തൃപ്തി യാവത് ജീവം ച വിദ്യയാണ്. താൽക്കാലികമായിട്ട് വിശപ്പ് മാറ്റുമ്പോൾ കിട്ടുന്ന 4 മണിക്കൂർ 6 മണിക്കൂർ മാത്രം എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അറിവ് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ, എത്രത്തോളം എടുക്കാൻ പറ്റുമോ, അത്രത്തോളം അത് ദഹിക്കാൻ പറ്റുമോ, അതിനനുസരിച്ചിട്ട് അവർ ഓർമ്മയിൽ വരുന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉച്ചക്ക് ഊണ് കൊടുത്താലോ ഒരു പ്രാവശ്യം ഭക്ഷണം വിളമ്പി കൊടുത്താലോ ഇത്രയും ഫോൺ കോൾ വരുന്നു. എനിക്കിപ്പോ വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം നോക്കിയാല് അത് ഈ പറയുന്ന ഇത് വ്യത്യസ്തമായി പറയുമ്പോഴും അത് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോ ന കർമ്മണ മനാരംഭാത്. ഒരു മനുഷ്യനും കർമ്മം ചെയ്യാതിരിക്കുന്നത്. ജനിച്ച ആ നിമിഷം മുതൽ കർമ്മം ആരംഭിക്കാൻ തുടങ്ങും. അത് നേരത്തെ ശ്ലോകത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പണ്ട് ആൾക്കാർ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നു എന്ന് മാത്രമേ, ഇപ്പൊ നേരിട്ട് പറയാണ്. ആള് പറഞ്ഞത് ഞാൻ കേട്ടു, നീ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേട്ടത് ഇപ്പൊ ഞാൻ കേട്ടതായിട്ട് ഞാനായിട്ട് തന്നെ പറയാം. ഇനി ഒരു മനുഷ്യനും പുരുഷ നൈഷ്കർമ്മ്യം, നിഷ്കാമനായിട്ട് കർമ്മം ചെയ്യാണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. ന അശ്നുതേ, പ്രാപിക്കില്ല. എവിടത്തേക്ക് പ്രാപിക്കില്ല? ഒരു കാര്യവും ചെയ്യാണ്ടിരുന്നതില് സന്യാസത്തിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ പ്രാപിക്കാനും യോഗ്യനാവില്ല. നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഇനിയിപ്പോ സന്യാസത്തിന് പോയിട്ട് എനിക്ക് സമാധി കിട്ടണം അല്ലെങ്കിൽ സിദ്ധി കിട്ടണം എന്നൊക്കെ വിചാരിച്ച് പോയിട്ട് പണിയെടുക്കാണ്ടിരുന്നു കഴിഞ്ഞാല് ചിന്താവിഷ്ടയായ ശ്യാമളയുടെ ഗതി വരും. അവിടുന്ന് പുറത്താക്കും. പശുവിനെ നോക്കാൻ പറയും. ആശ്രമത്തിലെത്തുമ്പോൾ ആദ്യ പണി കൊടുക്കാം. സന്യസന ഏവ സിദ്ധിം. ഒരു സന്യാസിയും കർമ്മം ചെയ്യാതെ സന്യാസിയാവാൻ പോലും സാധിക്കില്ല എന്നർത്ഥം. ന സമധി ഗച്ഛതി.
ഒരാളും സിദ്ധിയെ, സമാധിയെ പ്രാപിക്കുന്നില്ല, സിദ്ധിയിലെത്തില്ല, മോക്ഷപ്രാപ്തിയിലെത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു യു കോണ്ട് ബിക്കം എ മോങ്ക് എന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാണ്. അതിനായിട്ട് അത്യാവശ്യം വേണ്ടത് ആത്മസ്വരൂപം മാത്രമല്ല, ആ ആത്മസ്വരൂപത്തിന്റെ കൂടെ കർമ്മം ചെയ്യാനുള്ള കഴിവ് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് കർമ്മമാണ് പ്രാധാന്യം, മോക്ഷപ്രാപ്തിക്കായാലും സന്യാസത്തിനായാലും. അതുകൊണ്ടാണ് സന്യാസിമാരെയൊക്കെ തണ്ടിക്കുന്നത്. എല്ലാ സന്യാസിമാരും തണ്ടണം എന്നാണ്. അതിൽ ആശ്രമത്തിൽ എത്ര കാശുണ്ടായാലും രക്ഷയില്ല. സ്വാമി രാമയുടെ ഒക്കെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സിൽ പളപളപ്പുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തണ്ടാൻ പോണ സമയത്ത് ഭിക്ഷയാചിക്കാൻ പോകണം. ഒരു കൊല്ലം പരിവ്രാജകനായിട്ട് പോയാലേ സന്യാസിയാവാൻ പറ്റുള്ളൂ. ഇന്നത്തെ പല സന്യാസിമാരും അങ്ങനെയല്ല. അവര് കാശ് പറഞ്ഞ് മേടിച്ചിട്ട് പ്രഭാഷണത്തിന് പോയാൽ അതൊന്നും സാധാരണഗതിയിലുള്ളൊരു സന്യാസിയുടെ മാർക്കല്ല. അയാൾ ഒരു വർഷമെങ്കിലും ഭിക്ഷയായിച്ചിട്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ ലോകത്തെ അറിയാന്നുള്ളതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ആയത് ആദ്യം ഭാരതം ഫുൾ നടന്ന് കാണാൻ പറഞ്ഞിട്ടാണ്. സ്വാമി വിവേകാനന്ദൻ ചെയ്തതും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നിട്ടാണ്. അപ്പൊ അത്യാവശ്യമായിട്ട് ശങ്കരാചാര്യര് അങ്ങനെ പ്രദക്ഷിണം വെച്ച് നടന്നിട്ടുണ്ട്. എല്ലാ മഠങ്ങളും സ്ഥാപിച്ചത് ഇവിടെ നിന്നിട്ട് പിന്നെ കാലടിയിൽ നിന്നിട്ട് ഓർഡർ കൊടുത്തിട്ടല്ല, നടന്നിട്ട് തന്നെയാണ്. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പണിയാണ്. ലോകം അറിയുക, സമൂഹത്തിന് എന്താ വേണ്ടതെന്ന് അറിയുക, അവർക്ക് വേണ്ടതുള്ള പണി ചെയ്തു കൊടുക്കലാണ് ഓരോ സന്യാസിയുടെയും ഏറ്റവും താഴത്തെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. അപ്പൊ അത് കർമ്മം ചെയ്യണം എന്നുള്ളതാണ്. സിദ്ധി കിട്ടണമെങ്കിൽ കർമ്മം ചെയ്യണം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്തുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ശ്ലോകം നന്നായിട്ട് 4ാമത്തെ ശ്ലോകം വിവരിച്ചു. അടുത്തത് 5ാമത്തെ ശ്ലോകം, ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിലെ 5ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ പറയുകയാണ് പിന്നീട്, ന കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവപ്രകൃതിജൈർഗുണേ. കാര്യതേ ഒരു കാര്യവും ഒരു സമയവും ഒരു നിമിഷവും ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മം കാര്യതേ എന്നാണ്. കാര്യതേ കർമ്മം, കർമ്മം കാര്യതേ. കർമ്മമാണ് കാര്യം, കാര്യമാണ് കർമ്മം. ഇത് രണ്ടും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. കർമ്മം ഈക്വൽ ടു കാര്യം എന്ന് എഴുതാം. എന്താണ് കാര്യം, എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ കർമ്മം ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്, കർമ്മം, അതാണ് കാര്യം. ഞാൻ ജീവിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാണ്. സർവ അവശത, എല്ലാവരും ഈ ഒരു പണിയിൽ ആവശ്യത്തില് അനാവശ്യത്തിലായാലും അവശന്മാരായാലും അനാവശ്യമായാലും എല്ലാ അവശനും അവശനും ഒക്കെ ഒരേ സംഭവം തന്നെയാണ്. ചിലർ അവശന്മാരാണ്, ചിലർ അനാവശ്യമുള്ള പണിയാണ് ചെയ്യുക. ഈ രണ്ട് ആയാലും നല്ലപോലെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മത്തെ ചെയ്തുകൊണ്ടിരുന്നാല് അതാണ് പ്രകൃതി ജൈർ ഗുണൈ. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഒരു ഗുണമുണ്ടല്ലോ, പ്രകൃത്യാ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. അതെന്താണ്? ചെറിയ കുട്ടിയായാലും കാലും കൈയും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നാളത്തേക്ക് നടക്കാനുള്ള എക്സർസൈസ് തുടങ്ങും ജനിച്ച ഉടനെ. ഏതെങ്കിലും ഒരു കുട്ടി കാലും കൈ ഇട്ട് അടിക്കുന്ന വേറെ പണിയൊന്നുമില്ല, കാലനങ്ങാണ്ടിരിക്കണമെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറ്റില്ല, കാലടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ അതിന് ശക്തി ഉണ്ടാവും. ഇപ്പൊ കർമ്മം ചെയ്യാൻ തുടങ്ങണം, കാലും കൈയും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. കശ്ചിത് ജാതുക്ഷണം അപ്പി, ഒരുവനും ഒരിക്കലും ഒരു ക്ഷണനേരം കൊണ്ടും അനങ്ങാതിരിക്കുന്നില്ല. എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. അത് ഉറങ്ങുമ്പോഴും പണി ചെയ്യേണ്ടത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവര് വിചാരിക്കാം, ഞാൻ ഇപ്പൊ കർമ്മൊന്നും ചെയ്യാൻ പോകുന്നില്ല, കുറച്ച് സമയം ഞാനും ഉറങ്ങാൻ പോവാന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? തീർന്നില്ലേ കഥ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാക്കാൻ വേണ്ടി രാപ്പകല് പണിയെടുക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും നമുക്കുള്ളത് കൊണ്ട് അതിനെങ്കിലും ബഹുമാനിക്കാൻ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ പണി എടുക്കുന്ന ആളെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കുറ്റപ്പെടുത്താണ്. ആ ഇരിക്കുന്ന ഭഗവാൻ നമ്മളിൽ വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാണ്ട് ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലേ, ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലേ? അപ്പൊ ഉണർന്നിരിക്കുമ്പോഴെങ്കിലും നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വർക്ക് ചെയ്യുന്നുണ്ട് അർത്ഥം.
ഒരു ക്ഷണം പോലും വർക്ക് ചെയ്യാണ്ടിരിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിന്റെ ഉള്ളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ കുറച്ചേയും പറയുന്നുണ്ട്, ഞാൻ പോലും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ ആയത്, ഞാൻ പോലും മിണ്ടാണ്ടിരിക്കുന്നില്ല എന്ന്. കാരണം ഭഗവാൻ ഒരു നിമിഷം മിണ്ടാണ്ടിരുന്നാൽ മതി, കഥ തീർന്നു, നമ്മളൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കണമെങ്കിൽ, ആ ഒരു പ്രകൃതി നമുക്ക് മനസ്സിലാവണമെങ്കിൽ, അതാണ് ആ പ്രകൃതി. ആ പ്രകൃതി ജൈർ ഗുണൈഹി, അതാണ് എന്റെ പ്രകൃത്യാ ഉള്ള ഗുണം, അതാണ് എന്റെ ഉള്ളിലുള്ള ഭഗവാനെ അറിയാന്നുള്ളത്. എന്റെ ഉള്ളിൽ ഭഗവാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിയുമ്പോഴാണ് ഞാൻ ഭഗവാനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ മമത കാണിക്കാൻ വേണ്ടി, ഭക്തി കാണിക്കാൻ വേണ്ടി, ഡിവോഷൻ കാണിക്കാൻ വേണ്ടി ഞാനും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആരാണ് കർമ്മം ചെയ്യാത്തത്? ഉള്ളിൽ ഭഗവാൻ നമുക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാത്ത ജനങ്ങളാണ് കർമ്മം ചെയ്യാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മകൃത് ന തിഷ്ഠതിഹി, ഒരു സമയം പോലും, ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കരുത് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലപ്പുറം എങ്ങനെ പച്ചയായിട്ട് പറയാം? വളരെ ഭയങ്കര ആക്ഷനാണ് അല്ലെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം ശരീരത്തിനകത്തിരുന്ന് പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയെ മനസ്സിലാക്കിച്ചു തന്നു ഇപ്പം. അത് ഈ ഒരു ശ്ലോകം നമ്മൾ ഇനി വായിക്കുമ്പോൾ ഈ വിവരണം മനസ്സിലേക്ക് ഓടിയെത്തും. നഹി കശ്ചിത് ക്ഷണമപി എന്നുള്ള ഒറ്റ വാക്ക് മാത്രം മനസ്സിൽ ഇടക്കിടക്കൊന്ന് ചിന്തിച്ചാല് ഒരു നിമിഷം പോലും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാണ്ടിരിക്കുന്നില്ല. ആ ഭഗവാനെ റിയലൈസ് ചെയ്യാണ്ടിരുന്നാൽ പിന്നെ ഈ ജന്മം കൊണ്ട് എന്താ അർത്ഥമാണെന്ന് ആലോചിച്ചു. ഇതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, ശരീരത്തിനെ അറിയുന്നവൻ എന്നെ അറിയുന്നുണ്ടെന്ന് അല്ലെ. ഈ ഒരു പ്രക്രിയ അകത്തിരിക്കുന്ന ആ പ്രാണൻ ഒരു നിമിഷം പോലും വർക്ക് ചെയ്യാതിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം ചലിക്കുന്നു, ശ്വസിക്കുന്നു എന്നുള്ള ആ ശക്തിയെ മനസ്സിലാക്കിയാൽ തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അതിന്റെ മറ്റൊരു വിവരണമാണ് ഇപ്പോൾ TPSG നമുക്ക് ഈ ഒരു 4-ാമത്തെ ശ്ലോകത്തിൽ നൽകിയിരിക്കുന്നത്. 5-ാമത്തെ ശ്ലോകത്തില്. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 6-ാമത്തെ ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. ഇതില് മൂഢന്മാരും കപടന്മാരും, മൂഢന്മാരുണ്ട് കപടന്മാരുണ്ട്. ചിലര് മൂഢന്മാരാണ്, ചിലര് മൂഢന്മാരാണെന്ന് അഭിനയിക്കുന്ന വിദ്വാൻമാരുണ്ട്. കപടന്മാരും കാപട്യമുള്ളവരാണ്. അപ്പൊ നമ്മൾ ഒരു പണിയും ചെയ്യാതെ ഇരുന്നാലും പക്ഷെ മനസ്സ് പണി ചെയ്തുകൊണ്ടിരിക്കും. അവനും ആലോചിച്ചുകൊണ്ടിരിക്കും, ദുഷ്ടത മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി ചെയ്തുകൊണ്ടിരിക്കല്ലേ ചിന്ത. അങ്ങനെ കപടന്മാരുണ്ട്. മൂഢന്മാരോ, അവർ ഒന്നും ചിന്തിക്കാണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനത്തെ മൂഢന്മാരുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥ ഓരോ വ്യക്തികളുണ്ട്. പക്ഷെ അവൻ പണി ചെയ്യേണ്ട ശരീരം മാത്രമേ ചെയ്യുന്നുള്ളൂ. മറ്റേയാളോ ശരീരം പണി ചെയ്യാണ്ട് വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ബാക്കിയുള്ളവരുടെ, അപ്പൊ ഒരു വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ആണ് ഇത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ. ഇതാണ് ചോദിച്ചതും. അർജുനൻ ചോദിച്ചതിന്റെ ഉത്തരം 6-ാമത്തെ ശ്ലോകത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള കർമ്മം ഉണ്ടല്ലോ, അത് അവസാനം പറഞ്ഞു വരുന്നത് രണ്ടും സെപ്പറേറ്റ് അല്ല, ഒന്നായിട്ട് നീ മാറണം, അതിന്റെ കൂടെ ഭക്തിയും കൂടി വേണമെന്ന് കുറച്ചു നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി അത് മുഖം നോക്കുമ്പോൾ അത്ര മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ പഠിപ്പിക്കുന്ന മെത്തഡോളജിയിൽ കുറെ മെത്തഡോളജി പറയും. ആദ്യം ഒന്ന് നോക്കിയിട്ട് പണ്ട് ഹിസ്റ്ററിയിൽ അങ്ങനെയാ പറഞ്ഞത്, മനസ്സിലായില്ലെങ്കിൽ അതിനെ ഡെഡ്യൂസ് ചെയ്ത് പറയും. അതിന് ഡിഡക്റ്റീവ് ടെക്നിക്ക് എന്നാ പറയുക. എന്നിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഇൻഡ്യൂറ്റീവ് ടെക്നിക്ക് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം. പിന്നെ ഡിസ്കവറി ടെക്നിക്ക് ഉണ്ട്. പിന്നെ ഒരു അപ്പറന്റിസ് ടൈപ്പ്, സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈൽ ഓഫ് ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത് എന്റെ ബുക്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ്. എങ്ങനെയൊക്കെയാണ് പഠനം, വ്യത്യസ്തമായ പഠനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ. ഇതിൽ കൃത്യമായിട്ട് കർമ്മേന്ദ്രിയാണി സംയമ്യ, ഏത് കർമ്മേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചിട്ട് അടക്കിപ്പിടിച്ചിട്ടാണോ, മനസ, ആരാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ സ്മരേൻ, ഈ കണ്ണിലും മൂക്കിലും ചെവിയിലും കാണുന്ന കാര്യം മാത്രം, ഇൻപുട്ട് മാത്രം ഉള്ളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് അതിന്റെ കൂടെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? വിമൂഢാത്മാ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ശൂന്യാകാശത്തിലൊക്കെ നോക്കിയിട്ട് വെറുതെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് എന്തോ ഒരു ഭഗവത്ഗീതയുടെ അത് ചോദിച്ചത്, ഉടനെ ചില ആൾക്കാരുണ്ട്, എനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് വരും, നീണ്ട മെസ്സേജാണ്, വായിക്കാൻ നമുക്കിവിടെ സമയം. അതേ വ്യക്തി ഞാനിപ്പോ അത് കണ്ടപ്പോ നോക്കിയ സമയത്ത് ഈ പിന്നെ കമന്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താ അറിയാന്നുള്ളത് പിന്നെ എഴുതലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ജോലി എന്ന് തോന്നുന്നു നമ്മൾ കാണും.
പിന്നെ അയാൾ പഠിപ്പിച്ചിട്ട് വീഡിയോ ഇട്ടാ പോരെ. അപ്പൊ പലപ്പോഴുടെയും ധാരണ എന്ന് വെച്ചാല് ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ അതിന്ന് ഒന്നും പഠിക്കാനല്ല നോക്കുക. അതില് 1 മണിക്കൂർ പറഞ്ഞതിൽ എവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം ചിന്തിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന് എല്ലാ ഇന്ദ്രിയും ഉപയോഗിക്കും. എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മിഥ്യാചാരം എന്നാണ്. അവരൊക്കെ മിഥ്യാലോകത്താണ്. അങ്ങനെയുള്ളതോ ഉച്ചത. അങ്ങനെ കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നർത്ഥം. മിഥ്യാലോകത്ത് ജീവിക്കുന്ന ഇത്തരം കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടരുണ്ട്. വിമൂഢാത്മന്മാരാണ്. മിഥ്യാചാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ കുറെ ഫേക്കുകൾ അല്ലെ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയാം. വിമൂഢാത്മ എന്ന് പറഞ്ഞാല് വിവേകമില്ലാത്തവർ. എവിടെ എന്താ എഴുതേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ കാണേണ്ടതെന്ന് അറിയില്ല. കാണാണ്ടിരിക്കുന്നതേ കാണൂ, കേൾക്കാണ്ടിരിക്കേണ്ടതേ കേൾക്കുള്ളൂ. അനാവശ്യമായിട്ടുള്ള സംഭവം മാത്രം കാണുന്നതാണ് വിവേകശൂന്യന്മാര്. വിവേകമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവേക വിവേചന ബുദ്ധിയില്ല. എന്തെവിടെ കാണണം, എന്ത് പറയണം എന്നൊന്നും ഒരു രൂപമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരാൾ ഫോൺ വിളിക്കുമ്പോ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പോലും അറിയില്ല. നേരെ അങ്ങോട്ട് പ്രോബ്ലം അങ്ങോട്ട് ചോദിക്കും. അപ്പൊ ആരാ പറയണേ? ഞാൻ റിട്ടയർഡ് ടീച്ചറാ. അപ്പൊ മകന്റെ വിവാഹം കഴിയാത്തതാണ് പ്രശ്നം. മകൻ എന്താ ചെയ്യണേ? അതെന്തിനാ ഇപ്പൊ ചോദിക്കണേ? അല്ല, നമുക്ക് അറിയണല്ലോ. ഇപ്പൊ ഒരു പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ വലിയ ജോലിക്കാരനാണ്, കലക്ടറാണ്, വിവാഹം കഴിക്കാണ്ടിരുന്നപ്പോ ഞാൻ ജാതകം ഒന്നും നോക്കണ്ട, ഇഷ്ടംപോലെ ആൾക്കാർ പോകില്ലേ വിവാഹം കഴിക്കാൻ? വേറെ പണിയൊന്നും ഇല്ലാണ്ടെന്നാലോ? അപ്പൊ കമ്പനിയിലാണ്, വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഏത് കമ്പനിയാ? UK ഒരു കമ്പനി. UK എല്ലാ കമ്പനിയും നിങ്ങൾക്ക് അറിയോ? ഇങ്ങോട്ട് ചോദിക്കുക. നമ്മളെന്തോ കുറ്റം ചോദിച്ച പോലെയാ. അപ്പൊ സാധാരണ എന്ത് പറ്റും? ആരെങ്കിലും ഒരാൾ വീട്ടിലിരുന്നിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം വീട്ടിലിരുന്ന് പണി ചെയ്യാന്ന് പറഞ്ഞു വിചാരിക്കും. UK കമ്പനിക്ക് ചോദിക്കുമല്ലോ നമ്മൾ ഏത് കമ്പനിയിലാ. അയാൾക്ക് വിവാഹം കഴിക്കാൻ പെണ്ണിന് കിട്ടില്ല. കാരണം ഒരുവിധം ഈ കോവിഡ് കാലത്തൊക്കെ വീട്ടിലിരുന്ന് പണി ചെയ്യാം. TCS ആയാലും ഇൻഫോസിസ് ആയാലും വീട്ടിലിരുന്ന് പണി ചെയ്യാം. നല്ല കമ്പനികളൊക്കെ അത് കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നിട്ടും വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ വീട്ടിലെ പണിക്കാൻ നല്ലത്. അപ്പൊ ഓരോന്നും വ്യത്യാസം ഉണ്ടല്ലോ നമുക്ക് ചോദിക്കുന്നതിന്. അത് ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? കാരണം ഈ ഒരു കാര്യവും തുറന്നു പറയാൻ പറ്റില്ല അവർക്ക്. അത് എന്താ വെച്ചാൽ അവരുടെ ഒരു ലോകത്താണ്. ആ വിമൂഢാത്മാ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂഢാത്മാവ് ജീവിക്കുന്ന ഒരു ലോകത്താണ് അവരുടെ ജീവിതം തന്നെ. അതുകൊണ്ട് എന്ത് പറ്റും? അവർക്ക് വിവേകമില്ലാത്ത ഒരവസ്ഥ. വിമൂഢാത്മാ എന്ന് പറഞ്ഞാൽ വിവേകമില്ല. നമ്മളൊരു കാര്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ എന്താ? അത് പറയില്ല. അവൻ എപ്പോഴും മിഥ്യാചാരണം. വ്യത്യസ്തമായിട്ടുള്ള സാധാരണ മനുഷ്യന്മാർ നേരെ പോന്നുള്ള അവസ്ഥയിലല്ല അവർ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കാത്ത അവസ്ഥയിലാണ് ഈ മിഥ്യാചാരന്മാർ. മിഥ്യാചാരം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് സാധാരണയുള്ള ഒരവസ്ഥ. സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ചില സംഭവങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ വിചാരിക്കുക, അങ്ങനെയാണ് അവർ പറയപ്പെടുന്നത്. അവരെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പറയപ്പെടുന്നത്. ആരായിട്ട്? ഇത് ഭഗവാൻ പറയുന്നതല്ല, ഇത് സൊസൈറ്റി പറയുന്നത്. അവരൊക്കെ ഉച്ചതയെന്നാണ്. അവരറിയപ്പെടുന്നത് മിഥ്യാചാരന്മാരായിട്ടും വിമൂഢാത്മക്കളുമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ദ്രിയങ്ങളെ അടക്കിപ്പിടിച്ച് പുറത്തുള്ള ലോകമൊന്നും കാണാണ്ട് അവര് കാണുന്ന ചില സംഭവങ്ങൾ മാത്രം, അത് മാത്രം ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളാക്കി. സാധാരണ എല്ലാ ജനങ്ങളും നന്മ കാണുന്ന പോലെ അല്ല കാണും. അവർക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രമേ കാണുള്ളൂ. അവരെന്താണോ നമ്മൾ ചോദിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് മാത്രമേ ചോദിക്കാവൂ. അതിനപ്പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അതാണ് ഈ പ്രശ്നം. അതാവരുത്. നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നു വെക്കുക, എല്ലാം കാണുക, നല്ലതും ചിത്തയൊക്കെ കാണുക. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? വിവേക വിവേചന ബുദ്ധിയുള്ള ആള് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് ക്രിറ്റിസിസ് ആയാലും അക്സെപ്റ്റ് ചെയ്യും, നന്മ പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അത് മാത്രം പറയുന്ന ഒരാളെ തിരിച്ചറിയാനുള്ള അറിവും നമുക്ക് ഉണ്ടാവണം. നല്ലോണം പുകഴ്ത്തി പറയുമ്പോഴും അറിയണം ഇതെന്തോ ഒരു ചിലപ്പോൾ കാര്യസാധ്യത കൊണ്ടിട്ടായിരിക്കും. അങ്ങനെയാവാം. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രായം, അവരുടെ ലോകം, അവരുടെ പരിചയം, അവർ ചെയ്തിട്ടുള്ള വർക്ക്, അതൊക്കെ വെച്ച് നമ്മൾ അസസ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്യാവശ്യമായിട്ട് വേണം. ഇവിടെ വിഷയങ്ങളെ അനാവശ്യമായിട്ട് സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ഭഗവാൻ മൂഢാത്മാവ് എന്ന് വിളിക്കുന്നത്, അല്ലെ? എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം തന്നെ എടുത്ത് വെറുതെ അത് തന്നെ ചിന്തിച്ച് പ്രശ്നമുണ്ടാക്കുന്നവർ ഇന്നത്തെ കാലത്ത് സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയായ അങ്ങേക്കൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മൾ കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു കാരണവും കാണില്ല, വെറുതെ അവരെന്നെ ഇത് പറഞ്ഞു, മറ്റവർ ഇങ്ങനെ പറഞ്ഞു, അന്ന് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഈ ഒരു ശ്ലോകം കാണുമ്പോൾ ഓർത്തു പോവുകയാണ്. എന്നോ കഴിഞ്ഞു പോയത് ഇന്ന് കഴിഞ്ഞതുപോലെ, ഇന്ന് നടന്നതുപോലെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. മറ്റൊന്ന് മിഥ്യാചാരൻ അങ്ങ് പറഞ്ഞു, ഒന്നും ആത്മാർത്ഥമായിട്ടല്ലാതെ മറച്ചു വെച്ചിട്ട് ജീവിക്കുന്നവരെ അവരെയും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അവർക്കൊന്നും ഈ ഒരു പാതയിലെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കിച്ചു നൽകുന്നത്. ചിലപ്പോൾ മറച്ചു വെക്കുന്നുണ്ടാവില്ല കേട്ടോ. അതൊരു ശീലമായതുണ്ട്. നമ്മളിപ്പം എല്ലാവരും അങ്ങനെ ആവണം. അതൊരു നമുക്ക് തോന്നുന്നതാവാം ചിലപ്പം. നമ്മളിപ്പോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെയാ ജോലി എന്ന് ചോദിച്ചാൽ അത് കുറെ പേര് ചോദിക്കുമ്പോഴേ അവർക്കൊരു ദേഷ്യം വന്നിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഇത് ചോദിക്കണ്ടാവും.
അപ്പൊ തീർച്ചയായും നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് നമുക്കല്ലേ അറിയുള്ളൂ, അവർക്കറിയില്ലല്ലോ. കറക്റ്റ്. അതുകൊണ്ടാണ്. അടുത്തത് ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ കർമ്മയോഗത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യ ഭരതേർജുന കർമ്മേന്ദ്രിയൈർകർമ്മയോഗ മസക്തഃ സ വിവിശ്യതേ. അസക്തഃ സ വിശിഷ്യതേ. ഏതൊരാളാണോ കർമ്മേന്ദ്രിയങ്ങളെ ആസക്തിയിൽ നിന്നും കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ യമങ്ങൾ കൊണ്ട്, യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ അതുണ്ടല്ലോ, അതിൽ യമം കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പിലെങ്കിലും എത്തിയിട്ട് കർമ്മയോഗത്തെ ആരാണോ അത് പ്രവൃത്തിയിൽ വരുത്തുന്നത്, അതാണ് പ്രാധാന്യം. കർമ്മയോഗം ആരംഭിച്ചിട്ടേ കാര്യമുള്ളൂ. ആരംഭിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അർത്ഥം. ഉദ്യമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സാഹസം വേണം. ജമ്പ് ഇൻ ടു ആക്ഷൻ എന്നാണ് സാഹസം. ഉദ്യമം ചിന്തകളാണ്, ചിന്തകളെ കൊണ്ട് കാര്യമില്ല. ഉദ്യമം കഴിഞ്ഞാൽ ഒട്ടനെ സാഹസം വേണം. ഉദ്യമം, സാഹസം, അതിന് ധൈര്യം വേണം, ബുദ്ധി വേണം, ശക്തി വേണം, പരാക്രമം വേണം. ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്ന. അവിടെയൊക്കെ ഭഗവാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി വേണം. അത് ഒരു കാര്യങ്ങളെയും അറ്റാച്ച്ഡ് ആവാതെ, അല്ല ബോണ്ടേജ് ഇല്ലാതെ മനസ്സ് വളരെ പീസ്ഫുൾ ആയിട്ട് ഒരു യോഗ കർമ്മി പോലെ കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ സംഭവങ്ങളൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അർജുനൻ ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളെ എന്തുകൊണ്ട് നിയന്ത്രിക്കണം? ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കണം. മനസ്സുകൊണ്ട് ബുദ്ധിയെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും പറ്റില്ല. ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ ആണ് സോഫ്റ്റ്വെയർ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയ കണ്ണിനെയൊക്കെ എവിടെ നോക്കണം എവിടെ നോക്കണ്ട എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. അതിനെ, ആ മനസ്സിനെ എവിടത്തേക്ക് എത്തിക്കണം? അതാണ് പിന്നെ അടുത്ത് പറയാൻ പോകുന്നത്. ഉദ്ധരേതാത്മനാത്മാന എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. അത് കയറ്റിക്കൊണ്ടുപോയിട്ട് ആത്മാവിനെ ഇങ്ങോട്ട് ഏൽപ്പിക്കണം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായിട്ട് കർമ്മത്തിലെത്തുമ്പോഴേ കർമ്മയോഗം അനുഷ്ഠിക്കുവാൻ അയാൾക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് വിശിഷ്ട കർമ്മങ്ങളാവുക. ആ വിശിഷ്ട കർമ്മങ്ങളിലേക്ക് നമുക്ക് എത്താനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. അത് കൃത്യമായിട്ട് അറിയണം. ഏത് കർമ്മമാണോ നല്ല കർമ്മം, മനസ്സാ നിയമ്യ, മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട്, മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ആ സംഭവങ്ങൾ മാത്രം മനസ്സാ നിയമ്യ ആരംഭതേ, ആരാണോ അത്തരം കർമ്മങ്ങൾ ആരംഭിക്കുന്നത്, അതെങ്ങനെ വേണം? അസക്ത കർമ്മേന്ദ്രിയൈവ, ഒരു ആസക്തിയുമില്ലാതെ, എന്റെ സെൽഫിഷ്നസ് ഇല്ലാതെ കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ കർമ്മയോഗം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ സവിശിഷ്യതയെ, അത് വിശിഷ്ടമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. അതുകൊണ്ട് അതാണ് അത്യാവശ്യം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലെല്ലാ ശ്ലോകങ്ങളും, ആദ്യത്തെ കുറെ ശ്ലോകങ്ങളില് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പം 6ഉം 7ഉം ഒക്കെ കൃത്യമായിട്ട് ഈ 2 ശ്ലോകങ്ങൾ, ഈ 6ഉം 7ഉം ശ്ലോകമാണ് കർമ്മത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു കളക്റ്റീവ് വേൾഡില് കളക്റ്റീവായിട്ടും ചിന്തിക്കണം, ഭഗവാനെയും ചിന്തിക്കണം എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? നമ്മളെ മാത്രമല്ല, ഈ ഒരു ഫുൾ എക്സിസ്റ്റൻസ്, ഈ ഒരു ലോകത്തിനെ മുഴുവനായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിന് വേണ്ടിയും കൂടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുക ജീവിതത്തില് എന്നുള്ളതാണ് മനസ്സിലായത്. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് പറയുമ്പോ നമ്മുടെ ലോകം ഫുൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഉള്ളിലുള്ള ഓരോ സെല്ലും ഓരോ ആറ്റവും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും കർമ്മം എന്റെ ബോഡിയുടെ ഉള്ളില് എന്റെ ഡൈജഷനും എന്റെ റെസ്പിറേറ്ററി സിസ്റ്റവും ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഏതോ ഒരു കർമ്മം എന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാനോടുള്ള ഒരു മമതയെങ്കിലും എനിക്ക് ഉണ്ടാവണ്ടേ? അതിനു വേണ്ടിയെങ്കിലും ഞാൻ കർമ്മം ചെയ്യണം. അപ്പൊ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന ഒരാള് അത് ഉപയോഗിച്ച് കർമ്മം ചെയ്തേ തീരുവെന്നാണ്. അതുകൊണ്ട് റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കണം എന്നാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രം റെസ്റ്റ് എടുക്കുക, ബാക്കി എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണതാണ്. 8ാമത്തെ ശ്ലോകത്തുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സാധാരണ എസൻസ് പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ. 9 മുതൽ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നിയതം ഗുരു കർമ്മം. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയുഗത്തിലെ 8ാമത്തെ ശ്ലോകം. ഭഗവാൻ തുടരുകയാണ്. നിയതം കുരു കർമ്മത്വം
കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. നിയതം കുരു കർമ്മത്വം, വിധിക്കപ്പെട്ടത്. നിയതം എന്ന് പറഞ്ഞാൽ നിയതി പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, തമ്പുരാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അർത്ഥം. ബൈ ഓർഡർ വാട്ട് ഐ ഹാവ്, എന്താണോ എനിക്ക് ഭഗവാൻ നിശ്ചയിച്ച് പറഞ്ഞിട്ടുള്ളത്, വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക. എന്താ വിധിക്കപ്പെട്ട കർമ്മം? എന്റെ ഉള്ളില് എന്റെ പ്രകൃതി, എന്റെ സ്വഭാവം എന്താണോ അത് പറയുന്നതാണ് എന്റെ നിശ്ചയം. എന്തുകൊണ്ടാണ് ഞാൻ ശ്വസിക്കുന്നത് വെച്ചാൽ ശ്വസിക്കാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്? ഭഗവത്ഗീത പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുപോലെ എന്റെ സ്വഭാവത്തിൽ എന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, ഹി കർമ്മ അകർമ്മണ ആയിട്ടുള്ള സംഭവങ്ങൾ, ആ എന്താണോ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയെക്കാള് ഏതാണോ എന്നുള്ള ഒരു ശ്രേഷ്ഠം എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാവുക. ആ അകർമ്മണതയെ, കർമ്മം ചെയ്യാണ്ടിരിക്കുകയാണോ, കർമ്മജ്യായോ, ഏതാണോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ, ഏതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചെടുക്കേണ്ടതാണെന്ന്. അർജുനൻ, നീ എന്തിനാ ഈ മണ്ടത്തരം ചോദിക്കുന്നതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. നിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നീ മനസ്സിലാക്കുക. നമ്മുടെ ഒരു പാഷൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയാറില്ല സാധാരണ. അതുപോലെയാണ് അതില് ശരീരയാത്ര അപിച്ച, ഓരോ സമയത്തും ശരീരം ഓരോ ക്ഷണത്തിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ശ്വാസം എടുക്കുക, വലിക്കുക, വിടുക എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ണ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്, നാവ് രുചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെവി കേട്ടോണ്ടിരിക്കുന്നുണ്ട്, നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ അവയവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പൂർണ്ണ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ടിരുന്നാല് എന്ത് അവസ്ഥയാന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് ഈ അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പം ശരീരം പോലും ഒരു ക്ഷണവും ഈ സമാധാനമായിരിക്കാതെ എന്തൊക്കെ നമുക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താ അവസ്ഥ? ശരീരത്തിന്റെ ഈ ഒരു സംരക്ഷണം ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ വിച്ഛേദിച്ച് കളയും ചിലപ്പോൾ ഭഗവാൻ എന്നൊക്കെ ഇതിന്റെ ഉള്ളില് നമ്മൾ അർത്ഥങ്ങൾ കണ്ടെത്തേണ്ടി വരും. നീ നിന്റെ കർമ്മം ചെയ്യുക, കാരണം അതാണ് നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ നിന്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ പണിയെടുപ്പിക്കുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നിനക്ക് ഓഫീസ് തന്നു, കാശ് തന്നു, ക്ലയൻസിനെ തന്നു, മാർക്കറ്റിംഗ് തന്നു, എന്നിട്ടും നീ ഓഫീസിൽ പോയിട്ട് പണിയെടുത്തിട്ട് കാശ് ഉണ്ടാക്കില്ല, പിന്നെന്താ അർത്ഥം? ഇതെല്ലാ സാഹചര്യവും ഞാൻ ഉണ്ടാക്കി തന്നു, എന്നിട്ട് ഈ കർമ്മം ചെയ്യാതിരിക്കുന്നത് ആണ് നിനക്ക് ആലോചനയിൽ വരുന്നത്. കർമ്മം ചെയ്യുന്ന കാര്യവും ചെയ്യാത്ത കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഏതാണ് ശ്രേഷ്ഠമെന്നെങ്കിലും ചിന്തിക്കുക. കാരണം എന്താണ്? ഉള്ളിലുള്ള എല്ലാ കർമ്മവും ഞാൻ ചെയ്യേണ്ടത്, ഇനി പുറത്തുള്ള കർമ്മം മാത്രം താൻ ചെയ്താൽ മതി. ഈ കർമ്മം ചെയ്യാതിരുന്നാല്, ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ നിനക്ക് എന്തുണ്ടാവില്ല? ശരീരത്തിന് ഈ കിട്ടുന്ന ഒരു ഗുണമുണ്ടല്ലോ, വർക്ക് ചെയ്യുന്ന കണ്ണ് ഞാൻ എടുത്തു കളയും. ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ്. നിന്റെ മൂക്ക് പണിയെടുപ്പിക്കാണ്ടാക്കും, നിന്റെ ചെവി പണിയെടുപ്പിക്കാണ്ടാക്കും ഞാൻ, നിന്റെ ശ്വാസം മുട്ട് വരും, എനിക്ക് റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യില്ല, ഡൈജഷൻ പ്രോബ്ലം വരും. എല്ലാത്തിനും കാരണം നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഭഗവാൻ ഏറ്റെടുത്തു. ആ ധൈര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതില്ലാതെ നമ്മൾ ഭഗവാനെ വിളിച്ചിട്ടും കാര്യമില്ല കർമ്മം ചെയ്യാണ്ട്. പലരും നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കലും ചായ കുടിക്കലും മാത്രമല്ല എന്ന് ആലോചിക്കണേ. പൊതുജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മങ്ങൾ മാത്രമേ. അർജുനൻ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വില്ലാളി വീരനാവാൻ വേണ്ടി എക്സർസൈസ് ഒക്കെ എടുക്കുന്നുണ്ട്, അമ്പും വില്ലും ഒക്കെ എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. ഭഗവാൻ എന്ത് അതെല്ലാം കർമ്മത്തിന്റെ ഗ്രൂപ്പിൽ പെടുത്താണ്ട്? അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട് ജനങ്ങൾക്ക്. അത് ചെയ്തില്ലെങ്കിൽ നീ കർമ്മം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതാണല്ലോ ഇപ്പൊ കർമ്മം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന, ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന, താൽക്കാലിക സന്തോഷമല്ല, കുറെ ബ്ലിസ് ഉണ്ടാക്കി കൊടുക്കാൻ, അവരെയൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വലിയ കർമ്മങ്ങൾ മാത്രമേ ഭഗവാന്റെ ഡിക്ഷണറിയിൽ കർമ്മമായിട്ട് കരുതാവൂ. അത് മാത്രമേ ഉള്ളൂ എന്നും കൂടി മനസ്സിലാക്കണം. വളരെ മനോഹരമായിട്ട് ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകം വിവരിച്ച് നൽകി. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ടാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം വ്യക്തിധർമ്മത്തിനും സമാജധർമ്മത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. സമൂഹധർമ്മത്തിനും നമ്മൾ ഓരോരുത്തരും ആ വ്യക്തിധർമ്മവും സമൂഹധർമ്മവും
കൃത്യമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ കർമ്മമായിട്ട് അത് മാറുന്നുള്ളൂ എന്ന് TPSG വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കി തന്നു. ഒരുപാട് നന്ദി. ഇന്നത്തെ ഈ ഭഗവത്ഗീത സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. കർമ്മം ഇതം നമമ, അത് അങ്ങക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. ഭഗവാൻ തന്നെയാണ് തീർച്ചയായിട്ടും.